ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് സീരീസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസ് നിരന്തരം കാണുന്നുണ്ട്, എല്ലാവരും നന്നായിട്ട് ലാംഗ്വേജ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കണം. അങ്ങനെ ചെയ്യാത്തവർ ഇന്ന് മുതൽ നന്നായിട്ട് ലാംഗ്വേജ് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങണം കേട്ടോ. അപ്പോൾ നമുക്ക് പതുക്കെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന 25 സിമ്പിളായിട്ടുള്ള പുതിയ സെൻറ്റൻസുകളാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒത്തിരി പേരെന്നോട് പറഞ്ഞു അങ്ങനെ സെൻറ്റൻസസ് പറയുന്നത് എഴുതിയെടുക്കുന്നുണ്ട്, ഡെയിലി ലൈഫിൽ അത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, അത് ഒത്തിരി ഹെൽപ്ഫുൾ ആണെന്നൊക്കെ പറഞ്ഞതുകൊണ്ടാണ് ആ സീരീസ് തന്നെ നമ്മൾ വീണ്ടും തുടർന്ന് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ബുക്കും പേനയൊക്കെ കയ്യിലെടുത്തോളൂ, സെൻറ്റൻസസ് ഒന്ന് പോസ് ചെയ്ത് വെച്ച് എഴുതിയെടുത്തോളൂ. ഞാൻ പറയുമ്പോൾ എൻ്റെ ഒപ്പം പറയാനായിട്ട് ശ്രമിക്കുക ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ സെൻറ്റൻസിലേക്ക് പോവാം. ഓക്കെ, ആദ്യത്തെ വാചകം ഇതാണ്, ഞാനതൊന്ന് കാണട്ടെ. ഓക്കെ, ഞാനതൊന്ന് കാണട്ടെ. ഓക്കെ, ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഒരാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മളതൊന്നും കാണിക്കുന്നില്ല. ചിലപ്പോൾ മൊബൈൽ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുകയായിരിക്കും, ചിലപ്പോൾ ഒരു മൂവിയുടെ നല്ല ക്ലിപ്പായിരിക്കും, നല്ല അയാൾ ഒത്തിരി ചിരിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ നിന്നിട്ട് ചോദിക്കുക ഞാനതൊന്ന് കാണട്ടെ എന്ന് ചോദിക്കല്ലേ. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ഇംഗ്ലീഷിൽ ചോദിക്കുക? വളരെ സിമ്പിളായിട്ട് ഇത് ഇങ്ങനെ ചോദിക്കാം, കൻ ഐ സീ ദാറ്റ്? ഞാനതൊന്ന് കണ്ടോട്ടെ, കൻ ഐ സീ ദാറ്റ്? ഓക്കെ, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഒരു വല്ലാതെ ഒരു കാര്യത്തെക്കുറിച്ച് വർണ്ണിക്കുകയാണ്. ഓക്കെ, നമ്മളൊരു മൊബൈൽ ഫോൺ മേടിച്ചു, നമ്മളതിനെക്കുറിച്ച് ഒത്തിരി വർണ്ണിക്കുകയാണ്. അപ്പോൾ മറ്റൊരാൾ വന്നിട്ട് ചോദിക്കുക ഞാനൊന്ന് കണ്ടോട്ടെ എന്ന് ചോദിക്കല്ലേ. ഓക്കെ, ഞാനതൊന്ന് കണ്ടോട്ടെ, ഞാനതൊന്ന് കാണട്ടെ എന്നെങ്ങനെയാണ് നമ്മൾ ചോദിക്കുക? കൻ ഐ സീ ദാറ്റ്. ഓക്കെ, എങ്ങനെ ചോദിക്കുക? കൻ ഐ സീ ദാറ്റ്. എൻ്റെ ഒപ്പം ഒന്ന് പറഞ്ഞേ, കൻ ഐ സീ ദാറ്റ്. ഓക്കെ, കൻ ഐ സീ ദാറ്റ്. നിങ്ങളുടെ അടുത്ത് റൈറ്റിലോ ലെഫ്റ്റിലോ ഒക്കെ ആരെങ്കിലും കൂടി ഇരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് വെറുതെ ഒന്ന് ചോദിച്ചോ, കൻ ഐ സീ ദാറ്റ്? ഓക്കെ, ഞാനൊന്ന് കണ്ടോട്ടെ എന്ന് ചോദിക്കും. ഓക്കെ, നമുക്കിനി അടുത്ത സെൻറ്റൻസിലേക്ക് പോവാം. ഞാനിപ്പോൾ ദുബായിലാണ്. ഓക്കെ, ഞാനിപ്പോൾ ദുബായിലാണ്. ഓക്കെ, നമ്മൾ ചിലപ്പോൾ ജോലിക്ക് വേണ്ടിയിട്ട് ദുബായിലാണെന്ന് വിചാരിക്കും. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ അമേരിക്കയിലോ യൂറോപ്പിലൊക്കെ ആണെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മുടെ സുഹൃത്ത് ഇതൊന്നും അറിയാതെ നമ്മൾ വാട്സാപ്പിൽ ചോദിക്കുകയാണ്, ഡാ നീ ഇപ്പോൾ എവിടെയാ എന്ന് ചോദിക്കുകയാണ്. ഓക്കെ, നീ ഇപ്പോൾ എവിടെയാ എന്ന് ചോദിക്കുക. അപ്പോൾ നമ്മൾ പറയും ഞാനിപ്പോൾ ദുബായിലാണ് എന്ന് പറയല്ലേ. എങ്ങനെയാ അത് ഇംഗ്ലീഷിൽ പറയാം? ഐ എം ഇൻ ദുബായ്. ഓക്കെ, എങ്ങനെ പറയാം? ഐ എം ഇൻ ദുബായ്. ഓക്കെ, ഒരു പ്രാവശ്യം കൂടി പറഞ്ഞു, ഐ എം ഇൻ ദുബായ്. ഓക്കെ, ഇനി നിങ്ങൾ കേരളത്തിലാണ്, നിങ്ങൾ ഇന്ത്യയിലാണ്, നിങ്ങൾ UK-ലാണ്, കാനഡയിലാണ്, നിങ്ങൾക്ക് ആ സ്ഥലം അതിനോട് ചേർത്ത് വെച്ച് പറയാം. ഓക്കെ, ഐ മീൻ കാനഡ. ഓക്കെ, ഐ മീൻ ഇന്ത്യ എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ എവിടെയാണ് എന്നുള്ളതാണ് നമ്മൾ അവിടെ സൂചിപ്പിക്കുന്നത്. ഓൾറൈറ്റ്, ഇനി ഒരു ദിവസം നമ്മുടെ ഒരു സുഹൃത്ത് വന്നിട്ട് പറയണം, ഡാ ഞാൻ കൊച്ചിയിൽ ഒരു അടിപൊളി റെസ്റ്റോറൻറ്റ് കണ്ടിട്ടോ, അടിപൊളി ഫുഡാണ്. അപ്പോൾ നമ്മൾ ചോദിക്കും, ആകാംക്ഷയോടെ ചോദിക്കും അതേതാടാ സ്ഥലം നോക്കുമ്പോൾ അവർ നമുക്ക് വളരെ പരിചിതമായിട്ടുള്ളൊരു സ്ഥലമാണ് പറയണത്. നമ്മൾ എടുത്ത വഴിക്ക് പറയും അതാണോ, അവിടെ ഞാൻ മിക്കപ്പോഴും പോകാറുണ്ട് എന്ന് പറയും ഇല്ലേ. ഓക്കെ, അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാം? ഞാൻ അവിടെ മിക്കപ്പോഴും പോകാറുണ്ട്. ഓക്കെ, വി ഗോ ദേർ ഓഫൻ. ഓക്കെ, വി ഗോ ദേർ ഓഫൻ. ഞങ്ങൾ അവിടെ മിക്കപ്പോഴും പോകാറുണ്ട്. ഓക്കെ, വി ഗോ ദേർ ഓഫൻ. ഓക്കെ, വി ഗോ ദേർ ഓഫൻ. ഓക്കെ, ഇനി നമുക്ക് നാലാമത്തെ സെൻറ്റൻസിലേക്ക് നോക്കാം. ഞാൻ നിന്നെ വിശ്വസിക്കുന്നു. ഓക്കെ, ഞാൻ നിന്നെ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മളൊരു ഒരു കാര്യം നമ്മളുടെ അടുത്ത് ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ചോദിച്ചു. അപ്പോൾ ആൾ പറയാണ്, സൈദേ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല കേട്ടോ, എന്നെ ഒന്ന് വിശ്വസിക്കുക. അപ്പോൾ ആൾ പറയുന്നതൊക്കെ നമുക്ക് കൺവിൻസിങ് ആയി. അപ്പോൾ നമ്മൾ പറയണം ഓക്കെ ഞാൻ നിന്നെ വിശ്വസിക്കണം. ഓക്കെ, ഞാൻ നിന്നെ വിശ്വസിക്കണം. എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാം? ഐ ട്രസ്റ്റ് യു. ഓക്കെ, ഐ ട്രസ്റ്റ് യു. ഇത് പല കോണ്ടെസ്റ്റിൽ പറയാം കേട്ടോ, അത് പല കോണ്ടെസ്റ്റിൽ പറയാം. ഓക്കെ, ഇപ്പം നമ്മളൊരു കാര്യം ഒരാൾ രഹസ്യമായിട്ട് ചെയ്യാനായിട്ട് പറയുകയാണ്, അല്ലെങ്കിൽ ഒരു രഹസ്യം സൂക്ഷിക്കാൻ കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരു രഹസ്യം പറയുകയാണത് ആരുടെ അടുത്തും പറഞ്ഞേക്കരുത് കേട്ടോ, ഇത് പബ്ലിഷ് ആക്കിയേക്കരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറയും ഞാൻ നിന്നെ വിശ്വസിക്കുക കേട്ടോ, ഐ ട്രസ്റ്റ് യു. ഓക്കെ, ഐ ട്രസ്റ്റ് യു എന്ന് പറയില്ലേ. അല്ലെങ്കിൽ നമ്മളൊരു ആളുടെ കയ്യിൽ നിന്ന്, ഒരു എക്സിക്യൂട്ടീവിൻ്റെ കയ്യിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തു. അപ്പോൾ അയാളുടെ വലിയ വലിയ വാഗ്ദാനങ്ങൾ കേട്ടിട്ടായിരിക്കും നമ്മൾ ആ സംഗതി പർച്ചേസ് ചെയ്തിട്ടുണ്ടാക്കുക. അപ്പോൾ നമ്മൾ പറയും നിന്നെ വിശ്വസിച്ചിട്ടാട്ടാ ഞാനത് മേടിക്കുന്നത്. ഓക്കെ, ഞാൻ നിന്നെ വിശ്വസിക്കുക എന്ന് പറയില്ലേ. ഓക്കെ, ഐ ട്രസ്റ്റ് യു. ഓക്കെ, ഐ ട്രസ്റ്റ് യു. ഇനി ഞങ്ങൾ നിന്നെ വിശ്വസിക്കുക എന്ന് എങ്ങനെ പറയാം? വി ട്രസ്റ്റ് യു. ഓക്കെ, വി ട്രസ്റ്റ് യു എന്ന് നമുക്ക് പറയാം. റൈറ്റ്, ഇനി നമ്മുടെ ഓഫീസിൽ നമ്മളിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഇതോടെ എന്നും വർത്തമാനം പറയാറുള്ളൊരു കൂട്ടുകാരൻ നമ്മളോട് മൈൻഡ് ചെയ്യാണ്ട് ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ചെന്നിട്ട് പറയും ഡാ നീ ഭയങ്കര തിരക്കില്ലാന്ന് തോന്നുന്നു, നീ ഭയങ്കര തിരക്കില്ലാലോ എന്ന് പറയില്ലേ. ഓക്കെ, എങ്ങനെയാ അത് പറയാം? വളരെ സിമ്പിളായിട്ട് പറയാം, യു ലുക്ക് ബിസി. ഓക്കെ മാൻ, യു ലുക്ക് ബിസി. ഓക്കെ, നീ ഭയങ്കര തിരക്കില്ലാന്ന് തോന്നുന്നു, ഭയങ്കര തിരക്കില്ലാന്ന് തോന്നുന്നു, യു ലുക്ക് ബിസി. ഓക്കെ, നീ ഭയങ്കര തിരക്കായില്ല ആണല്ലോ എന്നൊക്കെ നമ്മൾ പറയാനായിട്ടാണ് ഉപയോഗിക്കുക. എങ്ങനെ? യു ലുക്ക് ബിസി. നീ എന്തിനാ നുണ പറയണേ അല്ലേ? നമ്മൾ ചില സമയത്ത് മക്കളുടെ അടുത്ത് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ചിലപ്പോൾ സുഹൃത്തുക്കളുടെ അടുത്ത് ചോദിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ. നമ്മുടെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ മക്കളൊക്കെ ഒരു നുണ പറഞ്ഞു കഴിയുമ്പോൾ നമുക്കറിയാം അതൊരു നുണ തന്നെയാണ് എന്ന്.
അപ്പോൾ നമ്മൾ ചോദിക്കും നീ എന്തിനാ നുണ പറയണേ എന്ന് ചോദിക്കല്ലേ. ഓക്കെ, നമ്മുടെ ഡെയിലി ലൈഫിൽ എപ്പോഴും നമ്മൾ ഉപയോഗിക്കേണ്ടി വരുന്ന ഒരു സെൻറ്റൻസ് ആണ് നീ എന്തിനാ നുണ പറയണേ. എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? വൈ ഡു യു ലൈ. ഓക്കെ, എങ്ങനെ ചോദിക്കുക? വൈ ഡു യു ലൈ. ഓക്കെ, നീ എന്തിനാ നുണ പറയണേ? വൈ ഡു യു ലൈ. ഓക്കെ, നീ എന്തിനാ നുണ പറയണേ. എങ്ങനെ പറയാം? വൈ ഡു യു ലൈ. അവൻ ഒറ്റയ്ക്കായിരുന്നു. ഓക്കെ, അവൻ ഒറ്റയ്ക്കായിരുന്നു എന്ന് നമ്മൾ പറയാണല്ലേ. അപ്പോൾ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ നമ്മൾ പറയാണ് അവൻ ആ സമയത്ത് ഒറ്റയ്ക്കായിരുന്നു കേട്ടോ, അവൻ ഒറ്റയ്ക്കായിരുന്നു, അവൻ്റെ കൂടെ ആരും സഹായിക്കാനില്ലായിരുന്നു, അപ്പോൾ ഒറ്റയ്ക്കായിരുന്നു എന്ന് പറയും അല്ലേ. എങ്ങനെ പറയാം? ഹി വാസ് അലോൺ. ഓക്കെ, ഹി വാസ് അലോൺ. ഓക്കെ, അവൻ ഒറ്റയ്ക്കായിരുന്നു എന്ന് പറയാം. എങ്ങനെയാണ്? ഹി വാസ് അലോൺ. ഞാൻ ഒറ്റയ്ക്കായിരുന്നു എന്ന് എങ്ങനെയാ പറയാം? ഐ വാസ് അലോൺ. ഓക്കെ, ഞാൻ ഒറ്റയ്ക്കായിരുന്നു, എന്നെ സഹായിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ഐ വാസ് അലോൺ. ഓക്കെ, ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ഓക്കെ, അപ്പോൾ പല രീതിയിൽ ഒരു കാര്യത്തിനെ തന്നെ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ അവൻ ഒറ്റയ്ക്കായിരുന്നു എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് വന്നത്. എങ്ങനെ പറയാം? ഹി വാസ് alone. Okay, he was alone. Okay, ഇനി നമ്മൾ 8ാമത്തെ സെന്റൻസിലേക്ക് കടക്കാം. ഓക്കെ, അവർ കൂട്ടുകാരാണ്. ഓക്കെ, അവർ കൂട്ടുകാരാണ്. നമ്മുടെ കൂട്ടുകാരോട് വേറെ കൂട്ടുകാരെ പറ്റി ചോദിക്കുന്നതായിരിക്കും. ഓക്കെ, അവർ കൂട്ടുകാരാണ്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ ചോദിക്കുക? ആർ ദേ ഫ്രണ്ട്സ്. അവർ കൂട്ടുകാരാണോ? ആർ ദേ ഫ്രണ്ട്സ്. ഓക്കെ, ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേ. ആർ ദേ ഫ്രണ്ട്സ്. ഓക്കെ, അവർ കൂട്ടുകാരാണോ? ഓക്കെ, ഇനി അവർ ശത്രുക്കളാണോ എന്ന് എങ്ങനെയാണ് ചോദിക്കുക? ആർ ദേ എനിമീസ്. ആർ ദേ എനിമീസ്. ഓക്കെ, അപ്പോൾ അത് ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമുക്ക് ചോദിക്കാം അത് എനിമീസ് എന്ന് ചോദിക്കാം. 9ാമത്തെ സെന്റൻസിലേക്ക് ഇനി പോവാം. ഐ മെയ്ഡ് എ മിസ്റ്റേക്ക്. ഓക്കെ, ഞാനൊരു തെറ്റ് ചെയ്തു. ഓക്കെ, ഞാനൊരു തെറ്റ് ചെയ്തു ഇല്ലേ? ഐ മെയ്ഡ് എ മിസ്റ്റേക്ക്. ഓക്കെ, ഞാനൊരു തെറ്റ് ചെയ്തു എന്ന് പറയാനായിട്ട് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു സെൻറ്റൻസ് ആണ് ഐ മെയ്ഡ് എ മിസ്റ്റേക്ക്. ഞാനൊരു തെറ്റ് ചെയ്തിട്ടാ, എനിക്കൊരു തെറ്റ് പറ്റിയേട്ടാ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് എന്ത്? ഐ മെയ്ഡ് എ മിസ്റ്റേക്ക്. ഓക്കെ, ഐ മെയ്ഡ് എ മിസ്റ്റേക്ക്. ഓക്കെ, ഇനി നമുക്ക് 10ാമത്തെ സെൻറ്റൻസിലേക്ക് പോകാം. ബസ് സ്റ്റോപ്പ് എവിടെയാണ്? ഓക്കെ, ബസ് സ്റ്റോപ്പ് എവിടെയാണ്? നമ്മൾ പലപ്പോഴും ഓരോ സ്ഥലത്ത് ചെന്ന് പെട്ടിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ, എവിടെയാണ് ബസ് സ്റ്റോപ്പ്? സ്പെഷ്യലി നോർത്ത് ഇന്ത്യയിലോ തമിഴ്നാട്ടിലോ കർണാടകയിലൊക്കെ ചെന്ന് പെട്ടാൽ നമ്മൾ ഡെഫിനറ്റ് ആയിട്ട് ചോദിക്കുന്നത് എവിടെയാണ് ബസ് സ്റ്റോപ്പ് എന്ന്. നമുക്ക് അവരുടെ ഭാഷ അറിഞ്ഞില്ലെങ്കിൽ ഇംഗ്ലീഷിൽ വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ ചോദിച്ചോ, where is the bus stop? Okay, where is the bus stop? Okay, bus stop എവിടെയാണ്? where is the bus stop? Okay, എങ്ങനെ ചോദിക്കുക? where is the bus stop? Okay, bus stop എവിടെയാണ്? where is the bus stop? ഞാൻ നിന്റെ ടിക്കറ്റിന്റെ കാശ് കൊടുത്തോണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ബസ് കയറാനാണ് വന്നത്. ബസ് കയറി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത് അവിടെ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കും ബസ്സിൽ. അപ്പം അവൻ പറയണം, ഡാ നീ ടിക്കറ്റ് എടുക്കണ്ട ഡാ, ഞാൻ ടിക്കറ്റ് എടുത്തോണ്ട് നിന്റെ ടിക്കറ്റിന്റെ കാശ് ഞാൻ പേ ചെയ്തുകൊണ്ട് എന്ന് പറയാം. ഇങ്ങനെ ഇംഗ്ലീഷിൽ പറയാം ഐ വിൽ പേ ഫോർ ദ ടിക്കറ്റ്സ്. ഓക്കെ, ഐ വിൽ പേ ഫോർ ദ ടിക്കറ്റ്സ്. ഓക്കെ, പിന്നെ ബസ്സിലൊക്കെ വെച്ച് സുഹൃത്തുക്കളെ കാണണമെങ്കിൽ അവരെ കൊണ്ട് കാശ് കൊടുപ്പിക്കരുത്. പകരം വളരെ സ്റ്റാൻഡേർഡ് ആയിട്ട് ഇംഗ്ലീഷിൽ പറയണം ഐ വിൽ പേ ഫോർ ദ ടിക്കറ്റ്സ്. ഓക്കെ, ഈ ഡയലോഗ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ടിക്കറ്റ് എടുത്തും കൊടുക്കും വേണം കേട്ടോ. ഓക്കെ, സോ ഐ വിൽ പേ ഫോർ ദ ടിക്കറ്റ്സ്. ഓക്കെ, ഐ വിൽ പേ ഫോർ ദ ടിക്കറ്റ്സ്. ഞാൻ പോകുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ സുഹൃത്ത് ഈ ബസ്സിൽ വെച്ചിട്ട് നമ്മളോട് ചോദിക്കണം, എടാ ഇപ്പം നിങ്ങളുടെ ഒരു കൂട്ടുകാരൻ്റെ കല്യാണം വിളിച്ചിട്ടുണ്ടെന്ന് ചോദിക്കൂ. അപ്പോൾ അവൻ ചോദിക്കണം, എടാ നീ കൂട്ടുകാരൻ്റെ കല്യാണത്തിന് പോകുന്നുണ്ടോ? അപ്പോൾ നമ്മൾ പറയണം നമുക്ക് എന്തൊക്കെയോ ഇൻകൺവീനിയൻസസ് ഉണ്ട്, അപ്പോൾ നമുക്ക് പോകാൻ സാധിക്കില്ല. പറയണം ഞാൻ പോകണില്ല കേട്ടോ എന്ന് പറയണം. ഇങ്ങനെ ഇംഗ്ലീഷിൽ പറയാം ഐ എം നോട്ട് ഗോയിങ്. ഓക്കെ, ഐ എം നോട്ട് ഗോയിങ്. ഓക്കെ, എങ്ങനെ പറയാം? ഐ എം നോട്ട് ഗോയിങ്. ഓക്കെ, ഐ എം നോട്ട് ഗോയിങ്. ഓക്കെ, എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സെൻറ്റൻസ് ആണ്. അപ്പോൾ ഇംഗ്ലീഷിൽ തന്നെ ഇനി പറഞ്ഞു പ്രാക്ടീസ് ചെയ്ത് തുടങ്ങി കേട്ടോ. ഇനി പറയാം ഐ എം നോട്ട് ഗോയിങ്. ഓക്കെ, ഐ എം നോട്ട് ഗോയിങ്. ഓക്കെ, ഇനി നമുക്ക് അപ്പോൾ അടുത്ത സെൻറ്റൻസിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഈ കല്യാണത്തിൻ്റെ വിശേഷമൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ കൂട്ടുകാരൻ നമ്മുടെ ജോലിയെ കുറിച്ചിട്ടൊക്കെ ചോദിക്കുകയാണ്. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ കൂട്ടുകാരൻ്റെ ജോലിയെക്കുറിച്ച് ചോദിക്കാമെന്ന് വിചാരിക്കും. അപ്പോൾ നമുക്ക് ചോദിക്കണം, എടാ നീ എത്ര മണിക്കൂർ ഒരു ദിവസം വർക്ക് ചെയ്യുന്നുണ്ട്? ഓക്കെ, നീ എത്ര മണിക്കൂർ ഒരു ദിവസം വർക്ക് ചെയ്യുന്നുണ്ട്? എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കുക? How many hours do you work a day? Okay, how many hours do you work a day? അപ്പോൾ അവൻ്റെ ജോലിയുടെ ഒത്തിരി വിശേഷങ്ങളൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ ചോദിക്കുക, നീ എത്ര മണിക്കൂർ ഒരു ദിവസം വർക്ക് ചെയ്യും? എത്ര മണിക്കൂർ നീ ജോലി ചെയ്യും? How many hours do you work a day? Okay, എങ്ങനെ ചോദിക്കുക? How many hours do you work a day? ഇനി നമ്മൾ 14ാമത്തെ സെൻറ്റൻസിലേക്ക് പോവാണ്. ഓക്കെ, അപ്പോൾ അവൻ നമ്മളുടെ അടുത്ത് അവൻ്റെ വാച്ചൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിക്കും. വാച്ച് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. നമ്മളോടും പറയാണ്, എടാ ദേ ഇത് സ്മാർട്ട് വാച്ച് ആട്ടോ, ഇങ്ങനൊരു വാച്ച് മേടിച്ചു, നിനക്ക് നല്ല ഗുണമായിരിക്കും എന്ന് പറയണം. നമ്മൾ വിലയൊക്കെ ചോദിച്ചപ്പോൾ ഒരു ആപ്പിളിൻ്റെ സ്മാർട്ട് വാച്ചാണ്, ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള എമൗണ്ടാണ് പറയണേന്ന് പറയും. അപ്പം നമ്മൾ പറയും, ഓ നമ്മളെ കൊണ്ടൊന്നും പറ്റില്ല, അത് ഭയങ്കര എക്സ്പെൻസീവ് ആണ് എന്ന് പറയാം. ഓക്കെ, അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ദാറ്റ്സ് ടു എക്സ്പെൻസീവ്. ഓക്കെ, ദാറ്റ്സ് ടു എക്സ്പെൻസീവ്, അത് ഒത്തിരി വില കൂടിയതാണ്, നമ്മളെ കൊണ്ട് അതൊന്നും പറ്റില്ല. എങ്ങനെ പറയാം? ദാറ്റ്സ് ടു എക്സ്പെൻസീവ്. ഓക്കെ, ദാറ്റ്സ് ടു എക്സ്പെൻസീവ്. ഇത് പല രീതിയിൽ ഉപയോഗിക്കാം കേട്ടോ. നിങ്ങളൊരു പ്രൊഡക്റ്റിൻ്റെ വില ചോദിച്ചു, അവർ നല്ല കത്തിക്കാശ് പറഞ്ഞു, എടുത്ത വഴിക്ക് നമുക്ക് ഇംഗ്ലീഷിൽ പറയാം. എങ്ങനെ? ഓഫ് ഇറ്റ്സ് ടു എക്സ്പെൻസീവ്. ഓക്കെ, ഇത് ഭയങ്കര കാശാണല്ലോ, ഇറ്റ്സ് ടു എക്സ്പെൻസീവ്. ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫോണൊക്കെ കാണിച്ചു, അപ്പോൾ കൂട്ടുകാരൻ ചോദിച്ചു,
ഇത് എത്ര കോസ്റ്റ്ലിയുള്ളതാ, അത് എത്ര വിലയുള്ളതാ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയണം ഇറ്റ്സ് ടു എക്സ്പെൻസീവ് മാൻ. ഓക്കെ, ഭയങ്കര വിലയുള്ളതാടാ. ഓക്കെ, ഇറ്റ്സ് ടു എക്സ്പെൻസീവ്. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ഒരാൾ ഒരു ഗിഫ്റ്റ് തന്നു, ആ ഗിഫ്റ്റിനെ കുറിച്ച് നമുക്ക് പറയാം ഇറ്റ്സ് ടു എക്സ്പെൻസീവ്. ഓക്കെ, ഭയങ്കര വിലയുള്ളൊരു ഒരു ഗിഫ്റ്റാണ് എന്ന് പറയാം. ഓക്കെ, ഇറ്റ്സ് ടു എക്സ്പെൻസീവ്. ഇനി നമ്മൾ 15ാമത്തെ സെൻറ്റൻസിലേക്ക് പോവാണ്. ആ ഹോട്ടലിൽ റെസ്റ്റോറൻറ്റ് ഉണ്ടോ? ഓക്കെ, ആ ഹോട്ടലിൽ റെസ്റ്റോറൻറ്റ് ഉണ്ടോ? അപ്പോൾ നിങ്ങൾക്കൊരു സംശയം വരും, ഹോട്ടലും റെസ്റ്റോറൻറ്റും ഒന്ന് തന്നെയല്ലേ എന്ന്. ഓക്കെ, അപ്പം ഞാൻ ഈ ഒരു സെൻറ്റൻസ് എടുത്ത് തന്നെ അതിലൊരു ക്ലാരിറ്റി തരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. ഓക്കെ, നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്തിന് പറയുന്ന പേരാണ് നമ്മളെന്ത്, റെസ്റ്റോറൻറ്റ്. ഓക്കെ, ഹോട്ടൽ എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ താമസിക്കാനായിട്ട് ഉപയോഗിക്കുന്ന താമസ സ്ഥലങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ഹോട്ടൽസ് എന്ന് പറയും. ഓക്കെ, പക്ഷെ നമ്മുടെ നാട്ടിൽ ഭക്ഷണം കഴിക്കുന്ന സ്ഥലങ്ങളെ എല്ലാം നമ്മൾ ഹോട്ടൽസ് എന്നാണ് വിളിക്കാറുള്ളത്. അങ്ങനെയല്ല, ഭക്ഷണം കഴിക്കുന്ന സ്ഥലങ്ങൾ നമ്മൾ നോർമലി റെസ്റ്റോറൻറ്റ്സ് എന്നാണ് പറയുക. നമ്മൾ താമസിക്കുന്ന സ്ഥലങ്ങളെ, ഓക്കെ, പണ്ട് ലോഡ്ജസ് എന്നൊക്കെ പറഞ്ഞിരുന്ന ആ ഒരു സ്ഥലങ്ങളെയാണ് നമ്മൾ നോർമലി ഹോട്ടൽസ് എന്ന് പറയും, ഇല്ലേ? 3 സ്റ്റാർ ഹോട്ടൽ, 4 സ്റ്റാർ ഹോട്ടൽ, 5 സ്റ്റാർ ഹോട്ടൽ എന്നൊക്കെ നമ്മൾ പറയാം. ഓക്കെ, അപ്പോൾ ചില ഹോട്ടൽസ്, ചില റെസ്റ്റോറൻറ്റ്സ് ഉണ്ടാവും, ചില സ്ഥലങ്ങളിൽ ഉണ്ടാകില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ചോദിക്കുന്നത് ആ ഹോട്ടലിൽ റെസ്റ്റോറൻറ്റ് ഉണ്ടോ? ഓക്കെ, ഈസ് ദർ എ റെസ്റ്റോറൻറ്റ് ഇൻ ദ ഹോട്ടൽ? ഓക്കെ, ഈസ് ദർ എ റെസ്റ്റോറൻറ്റ് ഇൻ ദ ഹോട്ടൽ? ഓക്കെ, ആ ഹോട്ടലിൽ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടോ? ഓക്കെ, ഈസ് ദർ എ റെസ്റ്റോറൻറ്റ് ഇൻ ദ ഹോട്ടൽ? ഓക്കെ, ഒന്നുകൂടെ എൻ്റെ ഒപ്പം ചോദിച്ചു, ഈസ് ദർ എ റെസ്റ്റോറൻറ്റ് ഇൻ ദ ഹോട്ടൽ? ഇനി നമ്മുടെ ഒരു ഓഫീസിൽ, ഓക്കെ, നമ്മുടെ ഒരു പ്രിൻറ്റർ ഉണ്ടെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പോൾ പ്രിൻറ്ററിൽ നമ്മൾ പ്രിൻ്റൊക്കെ സീരിയസ് ആയിട്ട് എടുക്കാൻ നോക്കുമ്പോൾ ആയിരിക്കും പ്രിൻറ്റർ ഇങ്ങനെ സ്ലീപ്പി മോഡിൽ ഇങ്ങനെ നല്ല അന്തസ്സായിട്ട് കിടന്ന് ഉറങ്ങായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ, കൂടെ വർക്ക് ചെയ്യുന്നവരൊക്കെ ആ പ്രിൻറ്ററിനെ ഉണർത്താനായിട്ട് സകലമാന തന്ത്രപ്പാടുകളും കഴിക്കും. അവസാനം അവർ ഗതി കെട്ടിട്ട് പറയും, ദേ ഇത് വർക്കാവണില്ല കേട്ടാ, ഇത് ഓണാവണില്ല കേട്ടാ, ഇത് നടക്കില്ല കേട്ടാ, ഓക്കെ എന്ന് പറയും. ഓക്കെ, എങ്ങനെയാ അത് ഇംഗ്ലീഷ് പറയാം? ഇറ്റ് ഡസൻ വർക്ക്. ഓക്കെ, ഇറ്റ് ഡസൻ വർക്ക്. ഓക്കെ, ഇത് വർക്കാവണില്ല, ഇറ്റ് ഡസൻ വർക്ക് എന്ന് പറയും. ഈ സെയിം കാര്യം തന്നെ നമുക്ക് മറ്റൊരു രീതിയിലും പറയാം. നമ്മളൊരു ആശയം പറഞ്ഞു, ആ ആശയം അവർ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ തുടങ്ങി, അവസാനം നമ്മുടെ അടുത്ത് നിന്നിട്ട് പറയണം ഇറ്റ് ഡസൻ വർക്ക്. ഓക്കെ, ആശയം നടക്കുന്നില്ല കേട്ടോ, അത് നന്നായിട്ട് ഫലവത്താവുന്നില്ല, ഇറ്റ് ഡസൻ വർക്ക്. ഓക്കെ, നമ്മുടെ ഐഡിയ നടപടിയാവില്ല എന്ന് പറയാണ്. ഓക്കെ, ഇറ്റ് ഡസൻ വർക്ക്. ഓക്കെ, ഇത് വർക്ക് ചെയ്യില്ല എന്ന് പറയാണ്. ഓക്കെ, ഇറ്റ് ഡസൻ വർക്ക്. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് ടി വി ഒക്കെ എടുത്തിട്ട് നമ്മളൊന്ന് ഒരു റെസ്റ്റ് കിട്ടുന്ന സമയത്ത് ഓടി വന്നിട്ട് ടി വി ഓൺ ചെയ്യാൻ പോകുമ്പോൾ കൂടെ നിൽക്കുന്ന ആൾ പറയാണ് ഇത് വർക്കാവില്ല കേട്ടോ, ഇറ്റ് ഡസൻ വർക്ക്. ഓക്കെ, ഇറ്റ് ഡസൻ വർക്ക് എന്ന് പറയാം നമുക്ക്. ഓൾറൈറ്റ്, അപ്പോൾ നമ്മൾ ഈ അടുത്ത സെൻറ്റൻസിലേക്ക് കിടക്കാം. ഇതിവിടെ അടുത്താണോ? ഇത് അടുത്താണ്. ഓക്കെ, ഇത് അടുത്താണോ എന്ന് പലപ്പോഴും നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അല്ലേ. ഇപ്പോൾ ഈ ഹോട്ടൽ അടുത്താണോ, അല്ലെങ്കിൽ ഈ ഷോപ്പ് അടുത്താണോ, ഇതിവിടെ അടുത്താണോ എന്ന് ചോദിക്കും. ഓക്കെ, അല്ലെങ്കിൽ തിയേറ്റർ ഇവിടെ അടുത്താണോ എന്ന് ചോദിക്കും. ഓക്കെ, ഈസ് ഇറ്റ് നിയർ ബൈ? ഓക്കെ, ഈസ് ഇറ്റ് നിയർ ബൈ? ഇത് അടുത്താണോ എന്ന് ചോദിക്കാം. എങ്ങനെയാണ് ചോദിക്കുക? ഈസ് ഇറ്റ് നിയർ ബൈ? ഓക്കെ, എങ്ങനെ ചോദിക്കുക? ഈസ് ഇറ്റ് നിയർ ബൈ? ഓക്കെ, ഒന്നും കൂടെ ചോദിച്ചോ, ഈസ് ഇറ്റ് നിയർ ബൈ? ഇനി നമ്മൾ 18ാമത്തെ സെൻറ്റൻസിലേക്ക് പോകണം. എനിക്കിത് വേണ്ട. എനിക്കിത് വേണ്ട. ഓക്കെ, നമ്മൾ പല രീതിയിൽ ഇത് പറയും. ഒന്ന് അമ്മയോട് ചിലപ്പോൾ പറയാം, ചിലപ്പോൾ നമ്മൾ മക്കളോട് പറയാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് കൂട്ടുകാരെ നിർബന്ധിക്കും പറയാം എനിക്കത് വേണ്ട എന്ന് പറയും അല്ലേ. ഓക്കെ, എങ്ങനെ ഇംഗ്ലീഷ് പറയാം? ഐ ഡോണ്ട് വാണ്ട് ഇറ്റ്. ഓക്കെ, ഐ ഡോണ്ട് വാണ്ട് ഇറ്റ്. ഓക്കെ, എങ്ങനെ പറയാം? ഐ ഡോണ്ട് വാണ്ട് ഇറ്റ്. ഓക്കെ, ഐ ഡോണ്ട് വാണ്ട് ഇറ്റ്. ഓക്കെ, എനിക്കത് വേണ്ട, ഐ ഡോണ്ട് വാണ്ട് ഇറ്റ്. ഓക്കെ, നിനക്ക് സിനിമയ്ക്ക് പോകണോ? ഓക്കെ, നിനക്ക് സിനിമയ്ക്ക് പോകണം. ഓക്കെ, നമ്മുടെ അപ്പ നമ്മുടെ അടുത്ത് വന്ന് ചോദിക്കണം, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ മക്കളുടെ അടുത്ത് ചോദിക്കണം, എന്ത്, നിങ്ങൾ സിനിമയ്ക്ക് പോകണം എന്ന് ചോദിക്കണം. ഇങ്ങനെ ചോദിക്കുക, ഡു യു വാണ്ട് ഗോ ഫോർ ദ മൂവി? ഓക്കെ, ഡു യു വാണ്ട് ഗോ ഫോർ ദ മൂവി? അങ്ങനെയാണ് നമ്മൾ ഷോർട്ട് ആക്കിയിട്ട് പറയുക. എങ്ങനെ? ഡു യു വാണ്ട് ഗോ ഫോർ ദ മൂവി? നിനക്ക് സിനിമയ്ക്ക് പോകണോ? ഡു യു വാണ്ട് ഗോ ഫോർ ദ മൂവി? ഓക്കെ, ഡു യു വാണ്ട് ഗോ ഫോർ ദ മൂവി? ഓക്കെ, പല രീതിയിൽ. അല്ലെങ്കിൽ നമുക്ക് ചോദിക്കാം, ഡു യു വാണ്ട് ഗോ ഫോർ ദ ഫംഗ്ഷൻ? നിനക്ക് ഫംഗ്ഷന് പോകണോ? ഓക്കെ, ഡു യു വാണ്ട് ഗോ ഫോർ ദ പാർട്ടി? ഓക്കെ, നിനക്ക് പാർട്ടിക്ക് പോകണോ എന്ന് ചോദിക്കും. ഞാൻ എങ്ങനെയാണ് അവിടെ പോകുക? ഓക്കെ, ഹൗ ഡു ഐ ഗോ ദർ? ഓക്കെ, ഹൗ ഡു ഐ ഗോ ദർ? ഞാൻ എങ്ങനെയാണ് അവിടെ പോകുക? ഓക്കെ, ഹൗ ഡു ഐ ഗോ ദർ? ഓക്കെ, ഇത് വഴി ചോദിക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കും, ചിലപ്പോൾ ഒരു സിറ്റുവേഷൻ ബേസ് ചെയ്തിട്ടായിരിക്കും. നമ്മൾ ചോദിക്കും ഞാൻ എങ്ങനെയാണ് അവിടെ പോകുക? ഇങ്ങനെ ചോദിക്കുക, ഹൗ ഡു ഐ ഗോ ദർ? ഓക്കെ, ഹൗ ഡു ഐ ഗോ ദർ? ഇനി 20ാമത്തെ സെൻറ്റൻസിലേക്ക് പോവാം. എപ്പോഴാണ് ഇത് റെഡിയാകുക അല്ലേ? നമ്മളൊരു വസ്തു നന്നാക്കാൻ കൊടുത്താൽ, അല്ലെങ്കിൽ ഒരു കാര്യത്തിന് ഓർഡർ ചെയ്യാൻ കൊടുത്താൽ, ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്താൽ നമ്മൾ ചോദിക്കും ഇതെപ്പോഴാണ് റെഡി ആവുക? ഓക്കെ, എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കുക? വെൻ വിൽ ഇറ്റ് ബി റെഡി? ഓക്കെ, വെൻ വിൽ ഇറ്റ് ബി റെഡി? ഓക്കെ, വെൻ വിൽ ഇറ്റ് ബി റെഡി? ഓക്കെ, ഇപ്പം നിങ്ങൾ സ്റ്റിച്ച് ചെയ്യാനൊക്കെ കൊടുത്താൽ ഇംഗ്ലീഷ് അറിയാവുന്ന ആളാണെങ്കിൽ ചെന്നിട്ട് ചോദിക്കണം വെൻ വിൽ ഇറ്റ് ബി റെഡി? ഓക്കെ, വെൻ വിൽ ഇറ്റ് ബി റെഡി? ഇനി ഒരു ദിവസം രാവിലെ നമുക്കൊരു കോൾ കിട്ടുകയാണ്, നമ്മുടെ കൂട്ടുകാരൻ വിളിക്കണം, ഡാ കാശ് വല്ലതും കയ്യിലുണ്ടോ, എനിക്ക് അർജൻറ്റായിട്ട് കാശ് വേണമല്ലോ. അപ്പോൾ നമ്മുടെ അടുത്ത് കാശൊന്നുമില്ല. നമ്മൾ ഇംഗ്ലീഷിൽ പറയാണ് എൻ്റെ അടുത്ത് കാശൊന്നുമില്ല കേട്ടോ. ഇതെങ്ങനെയാണ് പറയുക? ഇങ്ങനെ ഇംഗ്ലീഷിൽ പറയാം,
ഐ ഡോണ്ട് ഹാവ് എനി മണി. ഓക്കെ, ഐ ഡോണ്ട് ഹാവ് എനി മണി. എൻ്റെ അടുത്ത് ഒറ്റ കാശില്ല കേട്ടോ. ഐ ഡോണ്ട് ഹാവ് എനി മണി. ഓക്കെ, അപ്പോൾ വേറെ ഒന്നും പറയാൻ പഠിച്ചില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും പറയാൻ പഠിക്കണം. എങ്ങനെ? ഐ ഡോണ്ട് ഹാവ് മണി, അല്ലെങ്കിൽ പറയാം ഐ ഡോണ്ട് ഹാവ് എനി മണി. ഓക്കെ, ഇനി നമുക്ക് 23ാമത്തെ സെൻറ്റൻസിലേക്ക് പോകാം. ഇതെപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുക? ഓക്കെ, നമ്മളിത് മുൻപ് ഒത്തിരി ഇതിൻ്റെ പല വേർഷൻസ് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇതെപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുക? ഒരു പ്രോഗ്രാം ആയിരിക്കാം, ഒരു ചടങ്ങായിരിക്കാം, ചിലപ്പോൾ എന്തെങ്കിലും ഒരു കാര്യമായിരിക്കാം. നമ്മൾ ചോദിക്കുകയാണ് വെൻ ഡസ് ഇറ്റ് സ്റ്റാർട്ട്. ഓക്കെ, വെൻ ഡസ് ഇറ്റ് സ്റ്റാർട്ട്. ഇതെപ്പോഴാണ് ആരംഭിക്കുക? വെൻ ഡസ് ഇറ്റ് സ്റ്റാർട്ട്. വെൻ ഡസ് ഇറ്റ് സ്റ്റാർട്ട്. ഓക്കെ, വെൻ ഡസ് ഇറ്റ് സ്റ്റാർട്ട്. ഇനി ചില സമയത്ത് നമ്മൾ ചോദിക്കും, നീ അത് കേട്ടാ? ചിലപ്പോൾ രാത്രി നമ്മൾ കൂട്ടുകാരനെയും കൂട്ടി ഇങ്ങനെ വഴി കൂടെ നടന്നു പോയായിരിക്കും. പെട്ടെന്നായിരിക്കും 4 ചിലങ്കയുടെ ശബ്ദം കേൾക്കണം. ഓക്കെ, ചിലങ്ക പോയിട്ട് ഒരു പട്ടി കുഞ്ഞ് അവസ്ഥ ഉണ്ടാവില്ല, പക്ഷെ നമ്മൾ ആ ശബ്ദം കേട്ടു എന്ന് വിചാരിക്കും. ഉടനെ നമ്മൾ കൂട്ടുകാരോട് ചോദിക്കും, ഡാ ഈ ശബ്ദം കേട്ടാ എന്ന് ചോദിക്കല്ലേ. ഓക്കെ, എങ്ങനെ ഇംഗ്ലീഷ് ചോദിക്കുക? ആ സമയത്ത് ഇംഗ്ലീഷ് വന്നില്ലെങ്കിലും ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യേണ്ടുള്ളത് കൊണ്ട് നിങ്ങൾ ചോദിച്ചു, ഡു യു ഹിയർ ദാറ്റ്? ഓക്കെ, ഡു യു ഹിയർ ദാറ്റ്? ഓക്കെ, നീ ആ ശബ്ദം കേട്ടാ? ഓക്കെ, ഡു യു ഹിയർ ദാറ്റ്? ഓക്കെ, ഡു യു ഹിയർ ദാറ്റ്? ഓക്കെ, നീ അത് കേട്ടോ? നീ ആ ശബ്ദം കേട്ടോ? നീ അത് കേട്ടോ എന്ന് ചോദിക്കുകയാണ്. എങ്ങനെ? ഡു യു ഹിയർ ദാറ്റ്? ഇനി നമുക്ക് അവസാനത്തെ 25ാമത്തെ സെൻറ്റൻസിലേക്ക് വേണം. നിനക്ക് എന്തെങ്കിലും വേണം? ഓക്കെ, നിനക്ക് എന്തെങ്കിലും വേണം. ഡു യു നീഡ് എനിത്തിങ്? ഓക്കെ, ഡു യു നീഡ് എനിത്തിങ്? ഓക്കെ, നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഡു യു നീഡ് എനിത്തിങ്? ഓക്കെ, അപ്പോൾ നമ്മൾ കൂട്ടുകാരൻ്റെ അടുത്ത് ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുമ്പോൾ നമ്മൾ ചോദിക്കണം, എടാ നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഡു യു നീഡ് എനിത്തിങ്? അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം കൊടുക്കുകയാണ്, ഭക്ഷണമൊക്കെ വിളമ്പി ഒരു ഭക്ഷണമൊക്കെ കഴിച്ച് പകുതിയൊക്കെ ആയിക്കാൻ നമ്മൾ ചെന്നിട്ട് വീണ്ടും ചോദിക്കും അല്ലേ, അത് നിനക്ക് എന്തെങ്കിലും ഇനി വേണം? ഓക്കെ, ഡു യു നീഡ് എനിത്തിങ്? ഓക്കെ, ഡു യു നീഡ് എനിത്തിങ് എന്ന് ചോദിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ 25 വെട്ടിച്ചില്ലൻ സെൻറ്റൻസസ് ആണ് ഇന്ന് പഠിച്ചത്. ഓൾറൈറ്റ്, അപ്പോൾ ഈ സെൻറ്റൻസസ് 25ഉം നിങ്ങൾ എഴുതിയെടുത്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ഒപ്പം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ അവസാനിക്കരുത്. ഇന്ന് മുതൽ നമ്മുടെ ഡെയിലി ലൈഫിൽ ഇതെല്ലാം നമ്മൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് തുടങ്ങണം. ഓക്കെ, ആസ് യൂഷ്വൽ ഞാൻ നിങ്ങളോട് പറയാറുണ്ട്, ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യേണ്ടത് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്തിട്ടാണ്. അപ്പോൾ നമ്മുടെ തന്നെ സ്ഥാപനത്തിൽ നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്തരം ഒരു അറേഞ്ച്മെൻറ്റ്സ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പേഴ്സണൽ ട്രെയിനറോട് കണ്ടും സംസാരിച്ചൊക്കെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള സൗകര്യമുണ്ട്. അങ്ങനെ ആർക്കെങ്കിലും ഇംഗ്ലീഷ് ഡെവലപ്പ് ചെയ്യണം, സംസാരിച്ച് ഡെവലപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലും കൂടെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ശനിയാഴ്ച വീണ്ടും കാണാം. Until then, it's bye from Linto.